വന്നു സാറേ. ഉം. പറഞ്ഞോ നാസറേ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം നമസ്കാരം. ഞാൻ പറഞ്ഞതിനകത്ത് ഏതാണ് കള്ളമെന്ന് പറഞ്ഞു? അതായത് ഈ ഏതോ കൊള്ളയടിച്ച് പോകുന്ന വഴിക്ക് അച്ഛനെ സഹോദരനും ഭർത്താവിനെല്ലാം കൂട്ടി വെട്ടി കൊലപ്പെടുത്തിയിട്ട് ആരെയും കൂട്ടി പോയി എവിടെയോ വെച്ച് പിന്നെ ടെന്റ് കെട്ടി അവിടെ വെച്ച് ഭോഗിച്ചെന്നോ? അതെ, അതെങ്ങനെയാണ്? മുഹമ്മദ് അത് ചെയ്ത അത് കാര്യമാണ്. അതിൽ അത് അതിലുണ്ടാവും. കിതാബ് ഏത് ഉണ്ട്, ഹദീസിലുള്ളത്? അതൊന്ന് എടുക്കാം. ഹദീസിനകത്തുണ്ടല്ലോ, ഹദീസിനകത്തുണ്ടല്ലോ. അതെടുത്ത് അവിടെ ബന്ധപ്പെട്ട് എന്നുള്ളതൊന്ന് കാണിച്ചു തന്നാ. തരാം തരാം തരാം. വെയിറ്റ് 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 വെയിറ്റ്. ഓ, അത് വായിച്ചു കഴിയുമ്പോൾ ഇയാള് കള്ളമെന്ന് പറഞ്ഞ ഇയാൾ പിൻവലിക്കുവോ? ഇല്ല ഇല്ല, ഏഹ് ആയിക്കോട്ടെ വായിക്കട്ടെ. ഞാൻ അല്ലല്ല, എനിക്കെന്ത് ചോദിച്ചൊരു ഉത്തരം പറ. ഞാൻ റെഫറൻസ് സഹിതം ഹദീസ് ഇന്ന് ആ വായിച്ചു കേൾപ്പിക്കും. വായിച്ചു ആ കേൾപ്പിച്ചാൽ ഇയാൾ കളവല്ല, എന്റെ മുഹമ്മദ് ചെയ്ത സത്യമാണെന്ന് ഇയാൾ സമ്മതിക്കൂ? ആ സമ്മതിക്കും. സമ്മതിക്കും. ശരി, ശർമാരെ നിങ്ങളാരെങ്കിലും സംസാരിച്ചു? ഞാൻ റെഫറൻസ് എടുക്കാം. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ നാസർ എടുക്ക് സാറേ, എടുക്ക്. വർഗീസ പാസ്റ്റർ അത് എടുക്കുമ്പോൾ നാസർ പണ്ടൊരു കണ്ടോപനിഷത്ത് അന്വേഷിച്ച് പോയിണ്ടായിരുന്നു, മുഹമ്മദിനകത്ത് ഉണ്ടെന്ന് അങ്ങോട്ടൊക്കെ പറഞ്ഞു. ഈ കണ്ടോപനിഷത്ത് കണ്ടോ നാസറെ? അത് ഞാനല്ലോ. അതിപ്പോ പിന്നെ സത്യപ്രത അതിപ്പോ ഇല്ല, ഉപനിഷത്തായി. അത് ഞാനില്ല. അത് ഞാനല്ല. അത് വേറെ ഏതോ നാസറായിരിക്കും. എന്നാ വേറൊരു നാസർ ആയിരിക്കുള്ളൂ. എന്നാ പോട്ടെ. പിന്നെ ആള് വേറെയാ. ബ്രദറെ, ഇത് വേറെ നാസറ. അപ്പൊ വർഗീസ് പാസ്റ്റർ എടുക്കുന്നത് വരെ പഠിക്കുമ്പോൾ ഞങ്ങൾ രാവിലെ കണ്ടു, ഈ മുസ്ലിം സമുദായത്തിൽ ദത്ത് സമ്പ്രദായം ഉണ്ടോ? വേറെ വിഷയം മാറ്റുന്നതല്ല, പാസ്റ്റർ വരുമ്പോൾ പാസ്റ്റർ വിഷയത്തിലോട്ട് വരും. ഞങ്ങൾ രാവിലെ ക്ലാസ്സിൽ പറഞ്ഞു മുഹമ്മദിയരാരും ദത്തെടുക്കില്ല കുട്ടികളെ. അതെന്താ കാരണം നാസറെ? വല്ലതും ഉണ്ടോ അതിന് കാരണം? ദത്തെടുക്കുമല്ലോ. ദത്തെടുക്കില്ല എന്നാരാ പറഞ്ഞത്? ആരാ എടുക്കുന്നത്? നിങ്ങൾ എടുക്കാറുണ്ടോ? എല്ലാരും എടുക്കും. എടുക്കും. ഞാൻ എടുക്കേണ്ട ആൾക്കാരല്ലേ എടുക്കുള്ളൂ. അല്ലല്ല, അതാ ഞാൻ പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല എന്റെ അറിവിലും പരിചയത്തിലും മുസ്ലിമീങ്ങൾ ദത്തെടുത്ത് കുട്ടികളെ വീട്ടിൽ സ്വന്തം കുട്ടികളെ പോലെ വളർത്തുന്നില്ല. നിങ്ങളത് വളർത്തുവോ? ഉണ്ട്. എങ്ങനെ? അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്. ഹലോ, ഉണ്ട്. ആ അപ്പൊ ഖുറാൻ ആയത്തും പ്രകാരം ഒരു കാര്യവും പറയുന്നുണ്ടല്ലോ. ഈ ഉണ്ട്. 37 നിങ്ങളൊരു ഒരു കൊച്ചുകുട്ടി ആൺകുട്ടിയെ ദത്തെടുത്തു കഴിഞ്ഞാൽ ആ ആൺകുട്ടി വളർന്നു വലുതായി ആ ആൺകുട്ടി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ആ പെൺകുട്ടിയിൽ നിന്ന് ആവശ്യം നിറവേറ്റുക എന്നാണ് പറഞ്ഞേക്കണേ കേട്ടോ ഖുറാൻ. ഈ ആൺകുട്ടി ആ പെൺകുട്ടിയിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ അതാ അച്ഛൻ കുഞ്ഞു ബ്രദർ അതിന്റെ തെളിവിട്ടുണ്ടെന്നോ? അങ്ങനെയാണെങ്കിൽ ചർച്ച വർഗീസ് പാസ്റ്ററിലോട്ട് തന്നെ പോകാം. വർഗീസ് സാറേ, ഈ തെളിവൊന്ന് നോക്കിയാ ഇത് തന്നെ ആണോന്ന്? വർഗീസ് സാറേ, ഇത് എന്തിന്റെ അച്ഛൻ കുഞ്ഞു ബ്രദർ? ഞാനും കൂടി നോക്കാം. നോക്കാം. എന്തിന്റെയാണ് തെളിവ് അച്ഛൻ കുഞ്ഞു ബ്രദറെ? സഫിയെ കൊണ്ടുവരുന്നത്. സഫിയ ബിൻ ഹുനൈൻ അല്ലേ? ഓക്കെ. അപ്പൊ അത് എടുക്കുന്നവരെ ഈ ആൺകുട്ടി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഈ ആൺകുട്ടി അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റുക എന്നാണ് എഴുതിയിരിക്കുന്നത് ഖുറാനിൽ. നിറവേറ്റിക്കഴിഞ്ഞാൽ ഇപ്പൊ നാസറാണ് ഒരു കുട്ടിയെ വളർത്തുന്ന ആൺകുട്ടി. അവൻ വലുതായി, ഉമറോ അബൂബക്കറോ എന്തെങ്കിലും ആവട്ടെ, വളർന്ന് പേരിട്ടു. അങ്ങനെ ഈ ഉമർ ഒരു പേരിട്ടുന്നുള്ളൂ കേട്ടോ, നിങ്ങളുടെ മുഹമ്മദിയ പേര്. അല്ലെങ്കിൽ അബൂബക്കർ വളർന്നു വലുതായി ഒരു ആയിഷയെ കെട്ടി. ഈ ആയിഷയിൽ നിന്ന് ആവശ്യം നിറവേറ്റി അബൂബക്കർ. അത് കഴിഞ്ഞിട്ട് നാസർ അബൂബക്കറിനോട് പറയാമെന്നാ പറയുന്നത് ഖുറാനിൽ, നീ ആയിഷയെ മൊഴി ചൊല്ലുക, എനിക്ക് ആവശ്യം നിറവേറ്റണം. അത് സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമവും വരാതിരിക്കാൻ വേണ്ടി അള്ളാഹു നിയമമാക്കി തന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ നിയമങ്ങൾ ഖണ്ഡിതമാകുന്നു എന്ന് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇതിങ്ങനെ ചെയ്യാൻ അനുവാദം ഉണ്ടോ നിങ്ങൾക്ക് നാസറെ? ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ മുഹമ്മദിയര്? അത് അങ്ങനല്ല. അത് ആ ഒരു ഇതിലുള്ള അത് വിശദമായി പഠിച്ച പണ്ഡിതന്മാര് മറുപടി പറയണം. അല്ല, നാസറിന് ഇതിനെപ്പറ്റി എന്താ പറഞ്ഞ? ഞാൻ വായിച്ചു കേൾപ്പിക്കാം, നിക്ക് കേട്ടോ. അല്ല, ഞാൻ ഈ ദത്തെടുക്കുന്നതിന്റെ കാര്യം പറയാം. ദത്തെടുക്കൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമില് ദത്തെടുക്കുന്നത് ആ കുട്ടി വലുതായി ഇനിയിപ്പോ ഒരു കല്യാണം കഴിക്കുക എന്ന് വെച്ചോ. ആ കല്യാണം കഴിക്കുമ്പോൾ ആ കുട്ടിയോട് പറയണം, നീ എന്റെ മകനല്ല, നിന്നെ ഞാൻ ദത്തെടുത്തതാണ്. നിന്റെ അത് അച്ഛനും എന്ത് അമ്മയും ഒരു സെക്കൻഡ്, എന്താണെന്ന് അറിയില്ല.
അതാണ് ആ കുട്ടിയോട് അത് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ഓക്കെ അല്ലാണ്ട് ഓക്കെ ഓക്കെ, മതി, നിർത്ത്, ദത്തെടുത്തിട്ട് അവിടെ നിർത്ത്. എന്നുള്ളൊരു നിയമം എനിക്ക് അതിനെപ്പറ്റി ഒരു ഇസ്ലാമിലില്ല. അറിവ് കിട്ടാനാ. നീ എന്റെ മകനല്ല എന്ന് പറയണമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഖുറാനിൽ എവിടെയാ അത് പറഞ്ഞിരിക്കുന്നത്? ഹദീസിലുണ്ട്. ഹദീസിൽ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാ ഹദീസ് അങ്ങനെ വരുന്നത്? അത് ഉണ്ട്, അതുകൊണ്ടല്ലേ പറഞ്ഞത്. ആ ഉണ്ടെങ്കിൽ തെളിവിടണം. നിങ്ങൾ വെറുതെ ദത്ത് സമ്പ്രദായം. ആകാശത്തേക്ക് വെടിവെച്ചിട്ട് കാര്യമില്ല. പക്ഷെ നേരെ തിരിച്ചുണ്ട്. അത് ഞാൻ ഖുറാൻ വായിച്ച് കേൾക്ക്. അതെ, ഖുറാൻ അത് 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 നബിയുടെ കാര്യല്ലേ അവിടെ പറഞ്ഞത്. അത് അല്ല, വായിക്കണ്ട, ഞാൻ അറിഞ്ഞു അത്. സത്യവിശ്വാസികളുടെ കാര്യമാണ്. സത്യവിശ്വാസികളുടെ കാര്യമാണ്. കേൾക്ക് ഉം. കൂട്ടാ, ആ. നാസർ കൂട്ടുകാരാ, കേൾക്ക്. നബിയുടെ കാര്യമല്ല. സത്യവിശ്വാസികൾക്ക് ഈ കാര്യത്തിൽ യാതൊരു വിഷമവും വരാതിരിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്, കേട്ടോ. അല്ല, സത്യവിശ്വാസികൾക്ക് എന്നില്ല. അതവിടെ ആ ഒരു ഇത് അവിടെ നബി മുഹമ്മദ് നബിയുടെ ആ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. അല്ലല്ലല്ലല്ല, താങ്കൾ 37 എടുത്തേ. സത്യവിശ്വാസികൾ എന്ന് എഴുതിയിട്ടുണ്ട്. എടുക്ക്. ഖുറാന് 33, 37 എടുത്ത് വായിക്കാൻ ധൈര്യമുണ്ടോ? താങ്കൾ പറഞ്ഞ നുണയാണെന്ന് ഞാനിവിടെ തെളിയിക്കും. സത്യവിശ്വാസികൾക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആയിക്കോട്ടെ, ആ, അങ്ങനെ ഉണ്ടെങ്കിൽ എടുത്ത് ആയിക്കോട്ടെ. വായിക്ക്. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങളുടെ സ്ഥിരം അടവാണ്, ഇങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കൽ. ഹദീസിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് സീറയിലുണ്ട്. ഈ ഹദീസ് എടുത്ത് വായിക്കും പറയും. അല്ല നാസറെ ഓക്കെ ഓക്കെ നാസറെ ഓക്കെ, സോറി വറീസ് പാസ്റ്റർ. അല്ലല്ല പറഞ്ഞതിന് കുഴപ്പമില്ല. ഈ സഫിയയുടെ കല്യാണം ആ, സഹി മുസ്ലിം വാല്യം 2 ഭാഗം 16 നമ്പർ 87 എടുത്ത് വായിച്ചോണം. ആ, അനസ് ആ, നിവാദനം: ഖൈബർ യുദ്ധ ദിവസം ഞാൻ അബൂ തൽഹയുടെ വാഹനത്തിന് പിന്നിൽ യാത്ര ചെയ്യായിരുന്നു. പിന്നെ അത് പോട്ടെ, അത് താഴോട്ട് വരുമ്പം ഖൈബർ അധീനപ്പെട്ടു. ഞങ്ങൾ ഒരു ജനതയുടെ മുറ്റത്ത് വന്നിറങ്ങിയാൽ മുന്നറിയിപ്പ് നൽകപ്പെട്ട ആ ജനതയുടെ പ്രഭാതം മോശമായിരിക്കും. അങ്ങനെ അള്ളാഹു നൽകപ്പെട്ട ആ ജനതയുടെ പ്രഭാതം അവരെ പരാജയപ്പെടുത്തി. ഒരു സാഹാബിയായിരുന്ന ദീഹിയത്തിന്റെ ഓഹരി കേട്ടോണം, ദീഹിയത്തിന്റെ ഓഹരിയിൽ ഭംഗിയുള്ള ഒരു യുവതി ഉണ്ടായിരുന്നു. 7 ആളുകളെ പകരം കൊടുത്ത് മുഹമ്മദ് അവളെ വാങ്ങി. പിന്നീട് അവളെ ഒരുക്കി തയ്യാറാക്കാൻ ഉമ്മുസലാമിനെ ഏൽപ്പിച്ചു. കേട്ടോണം, യുദ്ധം കഴിഞ്ഞ രാത്രിയിലെ കാര്യം പറഞ്ഞത്. അവളാണ് ഹുയൈന്റെ മകൾ സഫിയ. നിവേദകൻ പറയുന്നു, പാൽക്കട്ടിയും കാരിക്കയും നെയ്യും അവളുടെ വിവാഹസദ്യ ഉണ്ടാക്കി അന്ന് രാത്രി. അതിനായി നിലത്ത് മണ്ണ് ഓക്കെ, അതും പോട്ടെ, അതൊക്കെ വായിച്ചു കുഴിയിട്ട് കല്യാണം നടത്തിയെന്ന കാര്യം പറഞ്ഞു. പിന്നെ അതിന്റെ റെഫറൻസുകൾ: ബുഖാരി വാല്യം 4 ബുക്ക് 52 നമ്പർ 144, വാല്യം 5 ബുക്ക് 59 നമ്പർ 512 23. ഇവിടെ അല്ല, ഇതിനെ കുറിച്ച് കിടപ്പുണ്ട്. ഇനി ആദിരാത്രിയെ കുറിച്ച് പറയുന്ന വാക്കം, ഇവരുടെ ആദിരാത്രിയെ പറ്റി ഇബ്നു ഇസാഖ് നൽകുന്ന വിവരണം ഇങ്ങനെയാണ്: അബു അയ്യൂബ് എന്ന അൻസാരി, കേട്ടോണം, അബു അയ്യൂബ് എന്ന അൻസാരി ഊരി പിടിച്ച വാളുമായി മുഹമ്മദിന്റെയും സഫിയുടെയും കൂടാരത്തിന് കാവൽ നിന്നു. രാവിലെ കൂടാരത്തിന്റെ പുറത്ത് അബു അയ്യൂബിനെ കണ്ടപ്പോൾ അയാൾ മുഹമ്മദിനോട് പറഞ്ഞു, ആ സ്ത്രീ അങ്ങേ വല്ലതും ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. കാരണം അവരുടെ പിതാവും ഭർത്താവും സ്വന്തം ജനങ്ങളും കൊല്ലപ്പെട്ടത് അങ്ങയാലാണല്ലോ. ഇബ്നു ഇശാഖ സീറ റസൂൽ അല്ല, പേജ് അവിടെ എവിടെ 517. അവിടെ എവിടെയാ ബന്ധപ്പെട്ട് എന്നുള്ളത്, ലൈംഗികമായി ബന്ധപ്പെട്ട് എന്നുള്ളത് എവിടെയാ? അല്ല, ഈ കൂടാരത്തിനകത്ത് ഇയാൾ എന്തുവായിരുന്നു, പൂജിക്കുമായിരുന്നു? അല്ല, കൂടാതെ താങ്കളും ഒരു സ്ത്രീയും ഒരു റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പിന്നെ ലൈംഗിക ബന്ധം നടന്നതാണോ അർത്ഥം? അല്ല, പിന്നെ അല്ലാതെ കല്യാണം കഴിച്ച് ഭാര്യയെ കൊണ്ട് മുറിക്കകത്ത് കയറി വാതിലടച്ചിരിക്കുന്നതിന് അവിടെ പൂജ നടത്തുമായിരുന്നു. അതാണെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഒരാണും ഞാൻ ഒരു ചോദിച്ചതിന് ഉത്തരം തന്നെ സ്ത്രീയും ഒരു പറയുന്നത്. പുരുഷനും. അവിടെ തന്നെ അന്ന് രാത്രി തന്നെ ടെന്റ് അടിച്ച് ഒരു പെണ്ണിനെയും കൊണ്ട് മുറിക്കകത്ത് കയറി ഇരിക്കുന്നെങ്കിൽ മുഹമ്മദിന്റെ സ്വഭാവം ഒറ്റ രാത്രി കൊണ്ട് 9 ആ, ഭാര്യമാരെ ഭോഗിക്കുന്നതിനാണ്. അതൊക്കെ അങ്ങനെയുള്ളൊരു ആയിക്കോട്ടെ, അതൊക്കെ ഇതിന്റെ ശരി. കേക്ക് വേളം ഉണ്ടാക്കാതെ അങ്ങനെ ഇതിലെവിടെയാണ് അങ്ങനെയുള്ള ലൈംഗികമായി ബന്ധപ്പെട്ട് ഒരാള് എന്നുള്ളത്? ഇതിൽ കേക്കെ, അങ്ങനെയുള്ള മുഹമ്മദ് ഈ പെണ്ണിനെ കല്യാണം കഴിച്ച് രാത്രി കൂടാൻ വേണ്ടി ടെന്റ് അടിച്ച് കൂടാരത്തിനകത്ത് പുള്ളി എന്തോ ചെയ്യുമായിരുന്നു, ഇയാൾ പറഞ്ഞാൽ മതി. അതാ ഞാൻ ചോദിച്ചത്. ഒരു ആ, പുരുഷനും ഒരു സ്ത്രീയും ഒരു റൂമിൽ കുത്തിരിഞ്ഞ് ഒരു സ്ത്രീയും ഇരുന്നാൽ പുരുഷനൊന്നും അല്ല, ഭാര്യയും ഭർത്താവും. ഒരു പെണ്ണിനെ അടിച്ചോണ്ട് വന്നിട്ട്, ഒരു പെണ്ണിനെ അപ്പനെയും അമ്മയും സഹോദരനെയും കൊന്നിട്ട് പിടിച്ചോണ്ട് വന്നിട്ട് കൂടാരം അടിച്ച് ടെന്റ് അടിച്ച് പുറത്ത് കാവലും നിർത്തിയിട്ട് പുള്ളി അവിടെ എന്തോ ചെയ്യുമായിരുന്നു, ഇയാള് പറഞ്ഞു. അതന്നെ ഞാൻ ചോദിച്ചത്. അതിൽ അതവിടെ വർഗീസ് പാസ്റ്റർ മിനിറ്റും ഉണ്ടായിരുന്നു നാസർ. അതായത് കൺസോമേറ്റഡ് എന്ന് അതിനകത്ത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലുണ്ട്. കൺസോമേറ്റ് ചെയ്യാന്ന് എന്തർത്ഥം എന്ന് അറിയാം നാസറിന്? അതെ. അന്ന് ചിരിക്കണ്ട. അതിന്റെ മലയാളം എടുക്കേ. അതിന്റെ ചിരിക്കേണ്ട മലയാളം കാര്യമില്ല, എടുക്കേ. മനസ്സിലായല്ലോ. കൺസോമേറ്റ് അവിടെ എന്നുള്ളതിന്റെ അർത്ഥം അറിയാമോ? ഞാൻ അത് വായിച്ചിട്ട് എനിക്ക് എവിടെയും കണ്ടിട്ടില്ല. ഞാനത് ബ്രദറെ എനിക്കിനി അത് കാരണം കിട്ടാത്ത ഖുറാൻ താങ്കൾക്ക് പഠിപ്പിക്കുന്നു ബ്രദറെ. അറിവില്ല. താങ്കളുടെ നിങ്ങൾക്ക് കിട്ടൂലേ? പ്രവാചകനെ പോലെ പൊട്ടനാണ്. ബ്രദറെ അതുകൊണ്ടാണ്. ബ്രദറെ നിങ്ങൾക്ക് അത് ഖുറാൻ കിട്ടുമോ? നിങ്ങൾക്ക് പഠിപ്പിക്കുമായിരുന്നു. അത് വേണല്ലോ, അതാണല്ലോ നിങ്ങളുടെ ആവശ്യം. ഏഹ് അത് ഖുറാൻ പഠിപ്പിക്കുമായിരുന്നു. പണ്ട് മുഹമ്മദിനെ ഖുറാൻ പഠിപ്പിച്ചതുപോലെ.
അതെ 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 അതെ. അതിൽ ഞാൻ കാണുന്നില്ല എവിടെയും ലൈംഗികമായി ബന്ധപ്പെട്ടെന്ന്. ഓ അത് പിന്നെ ശരി. അപ്പൊ ഒരാളെ പിന്നെ പുള്ളി അപ്പൊ പിന്നെ പറയട്ടെ, പുള്ളി അവിടെ അവിടെ ഈ പറഞ്ഞ പോലെ പൂജ നടത്തുമായിരുന്നില്ലയോ? അല്ല ഞാൻ പറയട്ടെ, അപ്പൊ അവിടെ ആ ഊരിപ്പിടിച്ച വാളുമായിരുന്നു അതാ ആ നാടിന്റെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിക്ക് സെക്യൂരിറ്റി ഉണ്ടാവും. അല്ല, ഏത് നാടിന്റെ? ഇല്ലില്ല ഏഹ് അല്ല, മുഹമ്മദ് ഏത് അന്ന് നാടിന്റെ ഭരണാധികാരി ഭരണാധികാരിയാ? അല്ല അല്ലായിരുന്നോ? പാസ്റ്റർ അങ്ങോട്ട് അന്ന് പോകണ്ട. ഭരണാധികാരി ഒരു അല്ലായിരുന്നോ? കാര്യം ഞാൻ ഏത് പറയട്ടെ, ഒരു സെക്കൻഡ്. കൊള്ളടിക്കാരെ? പാസ്റ്റർ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ്. ആ പറഞ്ഞോ പറഞ്ഞോ. അതായത് ഈ ഊരി പിടിച്ച വാള് ഭരണാധികാരിക്ക് വേണ്ടിയല്ലെന്ന് അയാളുടെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇയാൾ ചോദിക്കുന്നുണ്ട്, അൻസാരി ഈ പറഞ്ഞ അയ്യൂബിനോട് ചോദിക്കുന്നത്, ഈ എന്തിനാണ് ഈ ഈ വാളും പിടിച്ചിവിടെ നിൽക്കണേന്ന് ചോദിച്ചു. പറഞ്ഞു, ഈ പെണ്ണിന്റെ അപ്പനും അമ്മയും ഇപ്പൊ വായിച്ചതിലുണ്ടല്ലോ അത്. അപ്പൊ ഭരണാധികാരിക്ക് വേണ്ടി വാള് പിടിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ വാള് പിടിച്ചെന്തിനാന്ന് മുഹമ്മദ് അവിടെ ചോദിക്കുമായിരുന്നു ഇയാളോട്. അവിടെ പറയുന്നുണ്ട് മുഹമ്മദ് അയാൾ പറയുന്നത് ഇങ്ങനെയാണ്, കാരണം അവരുടെ പിതാവും ഭർത്താവും സ്വന്തം ജനങ്ങളും കൊല്ലപ്പെട്ടത് അങ്ങേലാണല്ലോ, അവളെന്തെങ്കിലും ചെയ്യുന്ന പേടിച്ചാ. കറക്റ്റ്, അല്ലാതെ ഭരണാധികാരിയുടെ ബോഡി സെക്യൂരിറ്റി ആയിട്ടല്ല അവിടെ നിന്നേ. അത് ആ തന്നെ പെണ്ണ് കറക്റ്റ്. വല്ലതും രാത്രി അതാണ് പറയുന്നത്. ഇയാൾ ഇവര് കയറി വെറുതെ ഇല്ലേ, ആൾക്കാര് ഇയാൾ അവിടെ കയറി പോകമറ പിടിക്കുമ്പം സൃഷ്ടിക്കുകയാണ്. ആ അവളെ കയറി പിടി പുക ഏ പുകമാറിയാണ് അത്. എന്ത് താങ്കളത് ഈ എന്തോ ഇടയ്ക്ക് എന്തോ വലിയ എന്തോ എന്തിനാ കാര്യം പറയുമ്പോൾ? അതായത് വർഗീസ് ഒരു ആ സെക്കൻഡ് പറഞ്ഞോ വർഗീസ് പറഞ്ഞോ ബോബി പറഞ്ഞോ. പാസ്റ്റർ, ഇതൊന്നും അല്ല. സത്യോടെ ഭരണാധികാരിക്ക് ഒരു കാര്യം വേണ്ടിയുള്ള ഇതിനോട് ചേർത്ത് വാള് പറഞ്ഞു. പിടിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ ആ എന്തിനാണ് മുഹമ്മദ് അത് ചോദിച്ചു? മുഹമ്മദിന് വട്ടായോ? അല്ല ഇത് എന്റെ അല്ല പരിചാരകൻ അല്ലെങ്കിൽ എന്റെ മന്ത്രി എനിക്ക് വേണ്ടി വാള് പിടിച്ച് നിൽക്കാൻ ഇയാൾക്ക് വട്ടായിട്ടാണോ ചോദിക്കുന്നത്? നീ എന്തിനാണ് വാള് പിടിച്ച് ഇവിടെ നിൽക്കുന്നതെന്നാ ചോദിക്കുന്നത് മുഹമ്മദിന് ആര് വട്ടുണ്ടായിരുന്ന ചോദിച്ചത്? സമയത്ത് സിഗർ ബാധിച്ചിരുന്നോ? ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ അതവിടെ ഇല്ല. അത് നിങ്ങൾ പറയുന്ന കാര്യമാണ്. ആര് പറയുന്നത്? അതുകൊണ്ട് ഉണ്ട്, അതാ ഞാൻ അവിടെ പറയുന്നുണ്ട്. അന്നേരം ഒന്നിച്ചിട്ട് വിവാഹം അയാ കൺസ്യൂമേറ്റ് ചെയ്തെന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം അത് തന്നെയാണ്. അവള് ശരീരത്തിൽ ഇല്ല ഉപയോഗിച്ചെന്ന് തന്നെയാണ്. ഐഷയുടെ ആ കാര്യം എന്നാ പറയുമ്പോൾ ഐഷ ഇതിന്റെ കേക്ക് ഇയാൾ മിണ്ടായിരിക്കെ. ഐഷ പറയുന്നത് അറിയാമോ? 5-ാമത്തെ വയസ്സിലുള്ള ഉടനെ കല്യാണം കഴിച്ചു, 9-ാമത്തെ വയസ്സിൽ കൺസ്യൂമേഷൻ അവള് പറയുന്നത്. അത് കൺസ്യൂമേറ്റ് ചെയ്തെന്നാ പറയുന്നത്. അതിന് സെക്സ്വൽ റിലേഷൻഷിപ്പ് തന്നെയാണ് അതിന്റെ അർത്ഥം. അല്ലാതെ പൂജിക്കാൻ വേണ്ടി കയറി എന്നല്ല പറയുന്നത്. ആയിക്കോട്ടെ, ആ അതിലിപ്പോ എന്താ തെറ്റെന്ന്? ഒരു തെറ്റുമില്ല, ഒരു വർഗീജ തെറ്റുമില്ല. വർഗീജ വർഗീജ ആ, ഒന്ന് അടി ചെയ്തോട്ടെ അപ്പം അപ്പം പ്ലീസ്. അപ്പം വർഗീജ വർഗീസ് സാർ അല്ലല്ല പറഞ്ഞതെല്ലാം വർഗീജ കറക്റ്റ് അല്ലേ? അല്ല വർഗീജ അതൊന്നും ഇല്ലെന്നില്ല. അപ്പൊ അല്ലല്ല ഇയാളോട് ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞ ഇതാണ്, ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു കേട്ടോ. റെഫറൻസ് തന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കള്ളമാണെന്ന് ഇയാൾ പറഞ്ഞ പിൻവലിച്ചല്ലോ. ഇയാളുടെ മുഹമ്മദ് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഇയാൾ സമ്മതിച്ചല്ലോ. വർഗീജ ഞാൻ വർഗീജ സമ്മതിച്ചിട്ടില്ല. ആ ഞാൻ എവിടെ സമ്മതിച്ചു, സമ്മതിച്ചേ? അത് മതി. വർഗീജ ഞാൻ ഇയാൾ പിന്നെ പിന്നെന്താ സമ്മതിച്ചിട്ടില്ല. ഹലോ ഇയാൾ പറഞ്ഞ വർഗീജ ഒരു മിനിറ്റ്. അതിനെന്താ തെറ്റെന്ന് അതായത് ചോദിച്ചതിന്റെ കാര്യം എന്തുവാ? പുള്ളി ചെയ്തത് ഞാൻ ശരിയായിട്ടാണോ? ചോദിച്ചത് അവിടെ നിങ്ങളിപ്പോ വായിച്ചതില് അവിടെ അങ്ങനെ തന്നെ കിടപ്പുണ്ട്, അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ആ ലൈംഗികമായി കൃത്യം ബന്ധപ്പെട്ടു പറഞ്ഞോ. എന്നുള്ളത് ലൈംഗികമായി ബന്ധപ്പെട്ടു എന്ന് കാണിക്കണോ? വർഗീജ ആ അത് അങ്ങനെ അതങ്ങനെ തന്നെ കിടപ്പുണ്ട്. വിവാഹം എന്നൊരു വാക്ക് നമുക്ക് അതിനകത്ത് ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റത്തില്ല. അത് നിക്കാം. ആ നിക്കയാണല്ലോ മുഹമ്മദ് മുസ്ലിങ്ങൾക്ക് മുഴുവൻ നിക്കയാണല്ലോ. പെണ്ണിനെ ഉപയോഗിച്ചാൽ മാത്രം മതിയല്ലോ. അതാണ് സാർമാരെ മതി. അതുകൊണ്ട് ഇനി ബാക്കി നിക്ക മാത്രമേ ബാക്കി ഒന്ന് ഉള്ളേ. കൈകാര്യം ചെയ്തേരെ, ബാക്കി ഒന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് പിന്നെ മുഹമ്മദ് എന്തായാലും കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് അന്ന് രാത്രി തന്നെ ടെന്റ് അടിച്ച് പെണ്ണിനെ കൺസ്യൂമേറ്റ് ചെയ്തെന്ന് പിന്നെ തെളിവുണ്ട്. ഉം. അപ്പൊ ഇതായിരുന്നു പുള്ളിയുടെ പരിപാടി, കാവൽക്കാരെ നിർത്തിക്കൊണ്ട്. അത്ര മനോഹരനായ ഒരു ഭരണാധികാരി. പിന്നെ ഏത് അല്ല നിലവിൽ ഏത് പട്ടിക്കാടാ പുള്ളി ഭരിച്ചേ? പുള്ളി ലോകത്ത് എവിടെയെങ്കിലും മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ഭരണാധികാരി ഭരിച്ചായിട്ട് ഇയാൾ കിടപ്പുണ്ടോ? പോട്ടെ, അത് വർഗീസ് വിടുന്നു. സാർമാരെ എനിക്കൊരു ഈ ക്വസ്റ്റ്യൻ, അതൊരു അല്ല, ക്വസ്റ്റ്യൻ. കാവല് നിന്ന അത് ആൾക്ക് അത് വീരപ്പനും ഉണ്ടായിരുന്ന കാലക്കാരെ, വീരപ്പനും ജയശങ്കർ ഉണ്ടായിരുന്ന ഒരു മിനിറ്റ് കാലക്കാരെ. ജെർസൺ ജയശങ്കർ ബ്രദർ, അങ്ങോട്ട് പോകണ്ട. കാവല് അതല്ല, ഞാൻ അതിന്റെ ജയശങ്കർ കാര്യം ഒരു നിങ്ങളല്ലേ പറയാം. പറഞ്ഞത് ബോബി പാസ്റ്റ് പറയട്ടെ. പിന്നെ അവിടെയുള്ള എല്ലാം കൊള്ളയടിക്കലും യുദ്ധം ചെയ്യലൊക്കെ നടത്തി മറ്റുള്ളവരൊക്കെ കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞത് അത് ആരെയാ പിന്നെ? മുഹമ്മദിന്റെ ആ പരിപാടിയായിരുന്നു, കൊള്ളയടിച്ചല്ലോ. മുഹമ്മദിന്റെ പരിപാടിയായിരുന്നു കൊള്ളയടി. അതെ, അത് എന്തിനായിരുന്നു? പെണ്ണ് പിടിക്കാൻ. അതേ അല്ല വീണ്ടും ചിരിച്ചു. വേറെന്തായിരുന്നു പുള്ളിയുടെ ഇതാണ് ജോലി? നിങ്ങൾ ഇതെന്തിനീ ചിരിക്കുന്ന ഇയാള്? നിങ്ങൾ ആരും അല്ലെന്നേ, അത് നിങ്ങൾ അത് ആരും ഒന്നും തന്നെയായിരുന്നു പുള്ളിയുടെ മനസ്സിലാക്കില്ല. പരിപാടി. വിമർശിച്ചോ, ആകെ ഉള്ളൊരു വിമർശിച്ചോ, പരിപാടി കൊള്ളയടിക്കുക, വല്ലവന്റെ വിമർശിച്ചോ, വസ്തുക്കൾ അടിച്ചു മാറ്റുക, പെണ്ണുങ്ങളെ അടിച്ചു മാറ്റുക. ഈ അല്ല കലാപരിപാടിക്ക് വേണ്ടിയാണ് പുള്ളി ജീവിച്ചത്. അതുകൊണ്ടല്ല മുഹമ്മദിനെ ലൂട്ടിങ് വിമർശിക്കുന്നതിനൊന്നും കൊള്ളക്കാരൻ എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ ആ വർഗീസ്, അതെ, വിമർശിക്കുന്നതിനൊന്നും തെറ്റില്ല. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിമർശിക്കാം. അതിന് കയമ്പ് വേണം. അല്ലാതെ ഞങ്ങള് വെറുതെ വിമർശിച്ചത് അങ്ങ് ഏതാ കാര്യം കയമ്പാണി തിന്നാത്ത? പറഞ്ഞത് സുഹൃത്തെ, മറ്റേ കയമ്പാണി വാചകടിച്ച് പറഞ്ഞത്. ഞങ്ങള് കയമ്പ്. കയമ്പായി പറഞ്ഞ് എന്ത് വിചാരിച്ചേ? വാചകടിച്ച് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊന്നും ആരും ഒരു ആളും മറുപടി പറയില്ല സാറുമാരെ നിങ്ങളോടൊന്നും. ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. സാറുമാരെ സോറി, നിങ്ങളെ ഒന്ന് കൈകാര്യം ചെയ്തേരെ, ഞാൻ വരാം. ഓക്കെ പാസ്റ്റർ, ഒരു കാര്യം. അല്ല ബോബി പാസ്റ്റർ അന്ന് ബ്രദറെ, പറഞ്ഞു. ബോബി പാസ്റ്റർ സത്യ പറഞ്ഞു ബ്രദറെ, കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ബോബി പാസ്റ്റർ പറഞ്ഞോളൂ. സത്യവ്രത നിർത്തി എന്നൊന്നും അവിടെ ഇല്ല എന്നാ ചോദിക്കുന്നേ. അതിനർത്ഥം എന്നാ? ഒരുത്തൻ വന്നിട്ട് വെളിയിൽ വാളും പിടിച്ചോണ്ട് നിക്കുക. അപ്പൊ ചോദിക്ക, നീ എന്തിനാ ഇവിടെ നിക്കുന്നേ? അതിനർത്ഥം പുള്ളി നിർത്തിയെന്നാണോ? അല്ല. പിന്നെ അവനെന്തോ മനസ്സ് തോന്നി ഈ പുള്ളിയെ തട്ടിക്കളയുമെന്ന്. സത്യത്തിൽ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ ഒന്നുമല്ല സത്യവ്രതരെ.
ഇതിനെ കൊണ്ടുവന്നല്ലോ. അപ്പൊ ഈ രാത്രി ടെന്റിനകത്ത് കയറിയല്ലോ. അപ്പൊ ടെന്റിനകത്ത് എന്തായാലും കൺസ്യൂമേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന് അറിയാം. നെ പറ്റി ഉള്ള ജിജ്ഞാസ കൊണ്ട് പുള്ളി അവിടെ നിന്നാണ്. പിന്നെ പുള്ളി ഇറങ്ങി വന്നപ്പോഴത്തേക്കിന് ചോദിച്ചപ്പം ഞാൻ ഇങ്ങനെ നിന്നാന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് പുള്ളി നിർത്തിയതാണെന്നോ ഭരണാധികാരി ആയതുകൊണ്ടാണെന്നോ അങ്ങനെയൊക്കെ ഉള്ള വാദമൊന്നും നിലനിൽക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പുള്ളിക്ക് ഇങ്ങനെ തിരിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സത്യപ്രദം ഒന്ന് കറക്റ്റ്. വായിച്ചു പുള്ളി ഇത് അതാണ് കേൾപ്പിച്ചാൽ ഞാൻ പറഞ്ഞ നല്ലതായിരിക്കും. വാദം. ഭരണാധികാരിക്ക് സ്വയമേ അവിടെ ഒരു അത് അണ്ടർസ്റ്റുഡ് ആണ്. ഇപ്പൊ ഒരു ഗവർണർ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു ഗൺമാൻ പോകും, അത് ഗവർണർ ചോദിക്കും നീ എന്താ അവിടെ തോക്കും പിടിച്ചേക്കണെന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ടാവും? അല്ല സത്യം ഗവർണർ ബ്രദറെ, ഒരു സ്ഥലത്ത് ഒരു ചെല്ലുമ്പോൾ മിനിറ്റ്. ചോദിക്കുക അല്ലാതെ നീ എന്തിനാ ഇവിടെ തോക്കും പിടിച്ചു നിൽക്കുന്നേ? അല്ല അല്ല, ഇത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ വിക്കി ശരിയാ. വിക്കി ഇത് ഇസ്ലാമിലാ വായിച്ചത്? അല്ല സത്യ എന്തോ ബ്രദർ, ഒരു മിനിറ്റ്. അല്ല ഞാൻ വിക്കി ചോദിക്കട്ടെ. ഇസ്ലാമിലാണോ വായിച്ചത്? അല്ല സത്യ അല്ല ബ്രദറെ, ഹദീസോ? ഈ ഖദീജയുടെ കണക്കെഴുത്തുകാരൻ എങ്ങനെ ഭരണാധികാരിയായെന്നൊന്ന് പറഞ്ഞു അല്ല തരാൻ അല്ല പറ്റുമോ? ആ വിഷയത്തിലോട്ട് പോകാം. പക്ഷെ അങ്ങനെ ഒരുപാട് ഡൈവേർട്ട് ചെയ്തു. ഇവരെ അല്ല ഒരു അവിടേക്ക് പോയിന്റ് നമുക്ക് പിടിക്കണം, പോവാം, അവിടേക്ക് നമുക്ക് പോവാം, ഒറ്റ പോയിന്റ് പിടിക്കണം. അവിടേക്കും പോവാം. പക്ഷെ ഈ ഇവർ ഈ പോയിന്റ് പിടിക്കണം. ഇയാൾ പറഞ്ഞ വാക്കിൽ തന്നെ ഇവരെ പിടിക്കണം. സഭയിൽ നിൽക്കട്ടെ, സഭയിൽ നിൽക്കട്ടെ. അതെ അതെ, പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇയാൾ ഇവിടെ ഒരു വാചകം പറഞ്ഞു ഭരണാധികാരി ആയതുകൊണ്ട് വാളും പിടിച്ചതെന്ന്. പക്ഷെ അവിടെ വർഗീസ് പാസ്റ്റർ അവിടെ വായിച്ചു. എന്താണ് വായിച്ചത്? ഈ പറഞ്ഞ തിരുമേനിയോട് നീ എന്തിനാണ് അവിടെ വാളും പിടിച്ചിരിക്കണെന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറയാണ് ഈ അൻസാരി. ആള് പറഞ്ഞു അങ്ങ് ഈ വീട് കൂടിയ പെണ്ണിന്റെ അപ്പനെയും വീട്ടുകാരെയും കൊന്നതല്ലേ, അതുകൊണ്ട് അവൾ അങ്ങയോട് വല്ല അനർത്ഥവും ചെയ്യുമോ എന്ന് ഞാൻ ഭയന്നതുകൊണ്ട് ഞാൻ വാളും പിടിച്ച് കാവലെന്താന്ന് പറഞ്ഞത്. കേട്ടോ നാസറേ? അല്ലാണ്ട് അങ്കമാലിയിലെ പ്രധാനമന്ത്രിക്ക് കാവൽ നിന്നതല്ല അവിടെ. അല്ല, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് പിന്നെ പ്രതിരോധം ചെയ്യാനാണ്? അവര് കല്യാണം കഴിച്ചു കഴിഞ്ഞാല് എന്ത് കല്യാണം കാരണം അപ്പനും നാസറുദ്രെ? അമ്മയും കൊന്നൊരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്നോണ്ട് അതിന് കല്യാണം എന്ന് പറയാൻ കല്യാണം പറ്റുമോ കഴിഞ്ഞോ? സത്യബ്രദറെ? അത് നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞ കല്യാണം സത്യബ്രദറെ, കഴിച്ചു? സത്യബ്രദറെ, അതിന് കല്യാണം ഇല്ല എന്ന് പറയാൻ നിക്ക, പറ്റുമോ? അപ്പനെ എന്തുട്ട് അമ്മയും ആങ്ങളെ കുന്തമാണെങ്കിലും അത് ഭർത്താവിനെ എല്ലാം എന്ത് അല്ലെന്നേ. കുന്തമാണെങ്കിലും ഇത് ഭർത്താവിനെയും അതുകൊണ്ടാണ് ഞാൻ ഭർത്താവിനെ പറഞ്ഞത്, അപ്പനെയും അവിടെ അങ്ങനെ നാസറ ഒരു നടന്നിരുന്നു മിനിറ്റ്, നിങ്ങൾ നാസറ കാണിക്കണം. ഒരു മിനിറ്റ്. അത് കാണിക്കെടുത്തോളം കാലം അത് വിമർശിക്കപ്പെടുന്നതല്ല. ഭർത്താവിനെയും അപ്പനെ ബോബി പാസ്റ്ററിന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നത് എനിക്ക് മാത്രമാണോ? പ്രൈസ് ദി ലോർഡ് ബ്രദർ. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ ലീസ. അല്ല ഞാനേ നാസറിന് എന്താ വേണ്ടത്? തെളിവാ? തെളിവെന്ന് വെച്ചാൽ അവിടെ സെക്സ് ചെയ്തു എന്നുള്ളതിന് തെളിവ് വേണമെന്ന്. ഈ കോൺസമേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഇടപാട്? ആരാ? ആര്? അത് ആ അത് ആരുടെ വിക്കി ആരുടെ ഇസ്ലാമിൽ കാര്യ? സഫിയെ ഇസ്ലാമിൽ അത് അത് നാസറും സഫിയയുടെ നിങ്ങൾ ഉണ്ടായിരുന്നു കാര്യ കേൾക്കണം. സിസ്റ്റർ ഞങ്ങളിവിടെ പറയുന്നത്. ലീസിസ് സഫിയ സംസാരിക്കുന്ന കേട്ടില്ലേ? നാസറും ഉണ്ടായിരുന്നേ. സഫിയുടെ ഹദീസ് അതൊന്നും വായിച്ചു കേൾപ്പിക്കണോ? അതിൽ അതൊന്നും സഫിയനെ യാഥാർത്ഥ്യമായ റേപ്പ് ചെയ്തത് ഇതല്ല, വായിച്ചു റിപ്പോർട്ടല്ല. അതൊക്കെ കേൾപ്പിക്കണോ? ആർക്കും ഉണ്ടാക്കിയതാ, ആർക്കും എഴുതി എടുത്ത് ഉണ്ടാക്കിയതാണ്. എന്നാ നാസറിനും ഇറങ്ങിപ്പോ, ഉണ്ടായിരുന്നു. ഇസ്ലാമിൽ ഇവിടെ വന്നാൽ അത് ഖുറാന് ഹദീസ് ആയിക്കോട്ടെ. തഫ്സീർ അത് ഇത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ പോലത്തെ അതെ, പൊട്ടക്കഥയൊന്നും ഞങ്ങൾക്കില്ല. പൊട്ടക്കഥ കേൾക്കാനാണെങ്കിൽ അത് നിങ്ങളുടെ റൂമിൽ പോയിരിക്കെ. നാസർ പറയുന്നത് കേക്ക്. ഇവിടെ ഞങ്ങൾ ഖുറാൻ വായിച്ച് കേൾപ്പിക്കും, ഹദീസ് വായിച്ച് കേൾപ്പിക്കും. ഹദീസ് വായിക്കുമ്പോൾ അത് ആരോ എഴുതിയതാണ്, എന്നാൽ നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയതാണ്. അത് നിങ്ങൾക്ക് അതൊന്നും ഞാൻ കേൾക്കാൻ പറഞ്ഞില്ല. ഇഷ്ടമില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പറഞ്ഞത് നോണ പറയുന്നത് കേക്ക്, നിങ്ങളുടെ പൊട്ടക്കഥകൾ പറയുന്ന നിങ്ങളുടെ ഉസ്താക്കന്മാരുടെ അടുത്ത് പോയി ഇരുന്നിട്ട് അവര് കഥകൾ ലയിച്ച് കേട്ടിരുന്ന് ആടി ഉക്കോളും. ഇവിടെ ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയ ഹദീസുകളും നിങ്ങളുടെ ആളുകൾ എഴുതിയ ഖുറാനും മാത്രം ഇവിടെ വായിച്ചു കേൾപ്പിക്കാം. അത് കേട്ടിട്ട് ഇത് ഇങ്ങനെ പറയരുത്, ഇത് ആരോ എഴുതിയതാണെന്ന്. എന്നപ്പോ ഈ പണി നോക്ക്, എന്തിനാ റൂബി കയറി വന്നത്? നിങ്ങൾ പറഞ്ഞോന്ന്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാ, അതിനൊന്നും ആർക്കും ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ പുസ്തകങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നാസറെ പറയുന്നത് കേക്ക്. കുറെ നേരമായി താങ്കൾ വിട്ടിരുന്നോണ്ട് ഇങ്ങനെ പറയുന്നു. നാസർ പറയുന്നത് കേക്ക്, നാസറെ പറയുന്നത് കേക്ക്, നാസർ പറയുന്നത് കേക്ക്, നാസറെ പറയുന്നത് കേക്ക്. നിങ്ങളുടെ പണ്ഡിതന്മാരെല്ലാം നുണയന്മാരാണെന്നാണ് നിങ്ങൾ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ പണ്ഡിതന്മാരെല്ലാം നുണക്കഥകൾ എഴുതി വെച്ചിരിക്കുന്നു, അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. കറക്റ്റ്. നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചതെല്ലാം നുണകളാണ്, നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയില്ല. അത്രേ ഉള്ളൂ കാര്യം. 200 കോടിയിലുള്ള ആൾക്കാർ അത് വിശ്വസിച്ച് പോകുന്നുണ്ട്. ഓക്കെ, എന്നാ പിന്നെ ഞങ്ങൾ വായിക്കുമ്പോ വിശ്വസിക്കണം. അതുകൊണ്ട് തന്നെ പറഞ്ഞത് എന്നാ പിന്നെ വിശ്വസിക്കും. ഞങ്ങളതായ വിശ്വാസത്തിൽ പോകുന്നുണ്ട്. നിങ്ങൾ ഇനി പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ ഹദീസ് വായിക്കാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇതെന്തോ തല്ലുകൊണ്ട് ഇത്തരം പറയുന്നത്? നിങ്ങൾ പറയുന്നത് തല്ലുകൊണ്ടിത്തരം, അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. നാസറിന്റെ കയ്യിൽ ഇതേപോലെ ഹദീസോ ഖുറാനോ വല്ലതും ഉണ്ടോ? അതൊന്ന് വായിച്ച് കേൾപ്പിച്ചാണ്. ഞങ്ങൾ പറയുന്നത് തെറ്റാണ്, ശരി.
ഹദീസ് ഒന്ന് വായിച്ച് കേൾപ്പിച്ചാണ്. എനിക്ക് ഒരു നിർബന്ധമില്ല നിങ്ങളെ പിന്നെ ഈ ഹദീസുകളും ഖുറാനും വായിച്ചിട്ട് നിങ്ങളെ മുസ്ലിം ആക്കണം. ഞങ്ങൾക്ക് ഒരു നിർബന്ധമുണ്ട് ബ്രദറെ, നിർബന്ധവും ഞങ്ങൾക്ക് എനിക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങൾക്ക് നിർബന്ധമുണ്ട്. നിങ്ങളുടെ ഖുറാനും അതുകൊണ്ടാ ഹദീസും വായിച്ച് ഞങ്ങളുടെ അത് ആളുകളെ ഒരു പഠിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് ബ്രദറെ. നിങ്ങളെ നിങ്ങൾ ആളുകളെ കാരണം പഠിപ്പിച്ചോ. എന്താണെന്ന് ഒരു കാരണം ഇല്ല എന്താണെന്ന് കാരണം എന്താണെന്ന് തിരക്കി നോക്ക്. പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഉറപ്പായിട്ട് ഏ ഞങ്ങൾ പഠിപ്പിക്കും ബ്രദറെ. വേണമെങ്കിൽ താങ്കൾക്ക് ആ വേണമെങ്കിൽ നിങ്ങളുടെ ഖുറാൻ എന്താണ് ഹദീസ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ അച്ഛൻ റൂമിൽ വന്ന് കേൾക്കുക. ഓക്കെ. അല്ലാതെ എന്റെ ഞങ്ങൾ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇന്ന ഹദീസില് ഇന്ന പ്രോബ്ലം ഉണ്ട്, അത് ഇന്നതാണ്, ഇന്ന നമ്പറിലാണ്, അത് ഇന്നതാണ് വിശദീകരിച്ചിരിക്കുന്നത് പറഞ്ഞതാ. അല്ലാതെ നിങ്ങളെ അതിന്റെ വാമൊഴി കേൾക്കാൻ ഞങ്ങൾ താല്പര്യമില്ലെന്നേ. വായ്മൊഴി കേൾക്കാൻ താല്പര്യമില്ലെന്നേ. അതിന്റെ പണ്ട് ആവശ്യം എനിക്കില്ല. ആ നിങ്ങൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ആവശ്യം എനിക്കില്ല. അതെന്റെ അവസ്ഥ കടമയല്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മിണ്ടാണ്ടിരുന്ന് കേട്ടുകൊള്ളുക. വാദിക്കാൻ നിൽക്കരുത്. എന്റെ ഖുറാൻ ഇങ്ങനാണ് എന്ന് വാദിക്കാൻ അത് നിൽക്കരുത്. അത് കളവ് പറഞ്ഞ കളവ് താങ്കളാണ് അല്ല, പറഞ്ഞത്. വാദിക്കാൻ നിൽക്കരുത്. കളവ് ഒരു പറഞ്ഞാൽ മിനിറ്റ് പറയും. ജസ്റ്റ് ബ്രദറെ, നാസർ ഒന്ന് മ്യൂട്ട് സത്യസന്ധമായിട്ട് ചെയ്ത് ഞാൻ വിമർശിച്ചോ. താഴോട്ടാക്കും. നാസർ സത്യസന്ധമായിട്ട് വിമർശിച്ചോ. ഒരു നാസർ പ്രശ്നവുമില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞതിന് താങ്കളാണ് നുണ കയറ്റിയത്. അവിടെ പറഞ്ഞു അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ് താങ്കളുടെ നിങ്ങള് പ്രോഫിറ്റ് എന്ന്. സോറി, അത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞാണ്. ഭരണാധികാരി എന്ന് താങ്കൾ പറഞ്ഞു. എവിടത്തെ ഭരണാധികാരി? ഇനി ആയിരുന്നെങ്കിൽ തന്നെ ഭരണാധികാരി പുറത്തിറങ്ങി അല്ല. വന്നപ്പോൾ ഒറ്റ മിണ്ടാതിരുന്നേ, ഒറ്റ മിണ്ടാതിരി. ഭരണാധികാരിയായിരുന്നു കിട്ടിയോ. താങ്കൾ പറഞ്ഞ ഭരണാധികാരി ഭരണാധികാരിയായിരുന്നു കിട്ടിയോ. ആയിരുന്നെങ്കിൽ ഒറ്റ മിനിറ്റ്. മുഹമ്മദിന് വട്ടുണ്ടായിക്കാണ് ആ സമയത്ത് ചോദിക്കുന്നത്. എന്തിനാണ് അവിടെ വാളും വിളിച്ച് നിൽക്കുന്നത് ചോദിക്കുക. എന്തുണ്ടോ ഭരണാധികാരിക്ക് അറിഞ്ഞൂടെ വാളും പിടിച്ച പരിചാരകന്മാരുണ്ടാകുന്നു? ഭരണാധികാരിയായിരുന്നോ ഇല്ലയോ. വട്ടായിരുന്നോ മുഹമ്മദിന്? മുഹമ്മദിന് ഭരണാധികാരിയായിരുന്നോ ഇല്ലയോ. വട്ടായിരുന്നോ? മുഹമ്മദിന് വട്ടായിരുന്നോ? ഭരണാധികാരിയായിരുന്നോ. മുഹമ്മദിന് വട്ടുണ്ടായിരുന്നോ? അന്ന് മുഹമ്മദിന് ഭരണാധികാരിയായി സിഹർ ബാധിച്ചിരുന്നോ? ഭരണാധികാരിയായിരുന്നോ. മുഹമ്മദിന് സിഹർ ബാധിച്ചിരുന്നോ? നാസർ പറഞ്ഞ് മാരണം ബാധിച്ചിരുന്നോ? മുഹമ്മദിന് ഭരണാധികാരിയായിരുന്നോ. മാരണം ബാധിച്ചിരുന്നോ? ഭരണാധികാരിയായിരുന്നോ. മുഹമ്മദിന് സിഹർ ഉണ്ടായിരുന്നോ? ഭരണാധികാരി മുഹമ്മദിന് അത് സിഹർ പറ. ഉണ്ടായിരുന്നോ? പറയും. മുഹമ്മദിന് സിഹർ ഉണ്ടായിരുന്നോ? സമയത്ത് ഭരണാധികാരിയായിരുന്നോ. സിഹർ ഉണ്ടായിരുന്നോ? വട്ട് ഭരണാധികാരിയായിരുന്നോ. ഭരണാധികാരി അതെയോ. ആയിരുന്നില്ല. ഭരണാധികാരി ആയിരുന്നില്ല. വെറും ഒരു എവിടുത്തെ കൊലയാളി. ഭരണാധികാരിയായിരുന്നു? ഇല്ലെങ്കിൽ എവിടുത്തെ പറഞ്ഞോ, ജസ്റ്റ് ഭരണാധികാരിയായിരുന്നു? ഡയറക്റ്റ് ഉത്തരവാണ്. ചോദ്യം ചോദിക്കേണ്ട ഉത്തരം. അദ്ദേഹം ഭരണാധികാരി ആയിരുന്നില്ല. വെറും ഒരു കൊലയാളി, പിന്നെ കൊള്ള നടത്തുന്ന നിന്നോടൊക്കെ കൊള്ള സംഘ തലവൻ. അത്രേ ഉള്ളൂ. നിന്നോടൊക്കെ എന്ത് ഭാഷയാ പറയേണ്ടത്. അതിന് നിന്നോട് എന്താ ഭാഷ അതില്ലാന്ന് പറഞ്ഞു പറയേണ്ടത്? കഴിഞ്ഞാല് നിന്റെ പ്രവാചകന് സിഗർ ബാധിച്ചിരുന്നു. എന്നാ ആയിഷ പോട്ടെ റിപ്പോർട്ട് വിട്ടോ. ചെയ്തിട്ടുണ്ട്. നിന്റെ മതി. പ്രവാചകന് വിട്ട് വട്ടുണ്ടായിരുന്നു. ഇത് പ്രവാചകന് വട്ട് കളവ് വന്നിട്ട് നിന്റെ കളവ് പറയാ. പ്രവാചകന് വട്ട് വന്നിട്ട് ലോകത്തുള്ള ആ പ്രവാചകൻ ചെയ്യാത്ത ലോകത്തുള്ള കാര്യങ്ങൾ മനുഷ്യര് ചെയ്തു എന്ന് മുഴുവൻ പറഞ്ഞിരുന്നു. ഇത് ഞാൻ പറഞ്ഞല്ല. ഈ നിന്റെ നിന്റെ പറയുന്ന മുഹമ്മദീയരുടെ ആളുകളെയാണ് അമ്മയായിട്ടുള്ള ഭരണാധികാരി. നീ മുഹമ്മിനീങ്ങളുടെ പറയുന്നേ അമ്മയായിട്ടുള്ള ആയിഷ കൊച്ചു പറയാണ്, നീ നിന്റെ പ്രവാചകന് വട്ടുണ്ടായിരുന്നു, വട്ട് ബാധിച്ചിരുന്നു, മാരണം ബാധിച്ചിരുന്നു, സിഹർ ബാധിച്ചിരുന്നു. കേട്ടോ നാസറേ? ടൂറ് ബാധിച്ചിരുന്നു. പോടും മൈരാണ്. നാസറെ നാസറെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ലോകത്തെ പിന്നെ ഇസ്ലാം മതം പറയുന്നത് 1,24,000 പ്രവാചകന്മാരെ ഈ ലോകത്തോട്ട് അയച്ചു. അതിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ്. അങ്ങനാണെങ്കില് ഈ പറയുന്ന ഇട്ടാവട്ട സ്ഥലമായ ഈജിപ്ത്, പിന്നെ സിറിയ, ഡമാസ്കസ്, ഇറാഖ്, അല്ലെ മെസ്സപ്പൊട്ടേമിയ, ആ ഭാഗത്തിന് അപ്പുറത്തെ കാര്യം മുഹമ്മദ് ഈ ഖുറാനിൽ പറയുന്നില്ല. പറയത്തം ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മറ്റുള്ളവരെയൊക്കെ മാത്രമേ കുറിച്ചേ പറയുള്ളൂ. ഈ ഇന്ത്യ, അമേരിക്ക, ബാക്കിയുള്ള ഒരു കാര്യം പറയുന്നില്ല. ഈ 1,24,000 പ്രവാചകന്മാരുടെ എന്തെങ്കിലും ഒരു സംഗതി ഈ ലോകത്തെ ആർക്കിയോളജി വഴിയോ എവിടുന്നെങ്കിലും ഒരു കടലാസ് തുണ്ടോ അല്ലെ ഏതെങ്കിലും ഒരു പനയിൽ എഴുതിയ സംഗതി എങ്ങും കിട്ടിയിട്ടില്ല. ഒരു പിന്നെ മിനിറ്റ് ഉട്ടോപ്യ ചുമ്മാ ബ്രദറെ. ഈ കോപ്പി ഇദ്ദേഹം ഇവിടെ അടിച്ചിട്ട് ഒരു എന്തിനാ മിനിറ്റ്. ഇത്രമാത്രം ഉട്ടോപ്യ വെറുതെ ബ്രദറെ, ഇട്ട് മെഴുകാൻ വരുന്നത്? അതല്ല മെഴുകു ഒരു മാത്രമല്ല, ഈ അസഭ്യം പറഞ്ഞു. ഈ പാനലിൽ ഇരിക്കാൻ താങ്കൾ അർഹനല്ല. ഞാൻ പറഞ്ഞതുള്ള കാര്യമാണ്. തന്റെ തിരുമേനിക്ക് മുഹമ്മദിന് സിഹർ വട്ടുണ്ടായിരുന്നു എന്ന് ആയിഷ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താൻ തെറി പറഞ്ഞത് ഞാൻ മാപ്പ് ചോദിക്കണം, അല്ലെങ്കിൽ ഇറങ്ങി പോയിക്കൊള്ളുക. ഓലക്ക വെക്കും ഞാൻ മാപ്പ്. ഒലക്ക വെക്കണ്ട, തെറി പറഞ്ഞതിന് മാപ്പ് പറഞ്ഞാൽ മതി. കാരണം മുഹമ്മദിന് മാരണം ബാധിച്ചിരുന്നു, സിഹർ, വട്ട്. ആയിഷ പറഞ്ഞ ഹദീസുണ്ട്. ബ്രദറെ ഒരു മിനിറ്റ്. ചോദിച്ചതിന് മറുപടി ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്. ഭരണാധികാരിയായിരുന്നോ ഇല്ലയോ. മറ്റേ കുറച്ച് ഹദീസുകളൊന്ന് നല്ലോണം പറഞ്ഞ് വായിച്ചു കേൾപ്പിച്ച്. ലിംഗം അതിനു കടിക്കാൻ മുൻപ് പോയതും നമ്മുടെ ലീ സിസ്റ്റർ ആ അല്ലല്ല, ഹദീസ് വായിക്കും. നിങ്ങൾ അതീതൊക്കെ വായിച്ചിട്ട് നിങ്ങൾ നാസറിനെ ലോകം താഴോട്ട് കുഴക്കാൻ ഇരുത്തി വെച്ചോ. ആ ലിംഗം വായിച്ച് കേൾപ്പിക്കാം. കടിക്കാൻ കാരണം അതാണ് പോയതിന്റെയും തെറി പറഞ്ഞ അല്ലാതെ ആളോട് ഇരിക്കണ്ട. മറ്റേ ഇതിന്റെ
ആ സഫിയയുടെ ബ്രദറെ ഇത് ഹദീസ് വായിക്കട്ടെ, പറഞ്ഞു സിസ്റ്റർ ഒന്ന് വിട്ടാൽ എടുത്തോളൂ മതി പ്ലീസ്. ബ്രദറെ. ഇല്ല, ഞാൻ പോയി താഴോട്ടാക്കിയതാണ്. അവൻ എന്റെ പച്ചത്തെറിയല്ലേ ബ്രദറെ ഇവിടെ പോയി. വിളിച്ചത്, അവന്റെ പ്രവാചകനെ വിളിച്ച തെറി. അല്ല, അത് മുഹമ്മദിന്റെ പര്യായമാണ് തന്നെ സത്യം ബ്രദറെ. ഈ സിഹർ ബാധിച്ചു എന്നുള്ളത് തെളിവടക്കം നമുക്ക് തെളിയിക്കുക, അത് ഉള്ളതാണ്. മുഹമ്മദിന് മാരണം ബാധിച്ചിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ ആയിഷ പറയുന്ന ഹദീസുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ എല്ലാരും അവന്റെ വീട്ടിലെ പട്ടിക്ക് ഇനി തൊട്ട് മോമോ എന്നുള്ള പേരിട്ടാ മതി, തീർന്നു. അവിടെ തീരും പ്രശ്നങ്ങള്. അത്രേ ഉള്ളൂ. ഓപ്പൺ ആയിട്ട് അങ്ങ് പറയാ, ടൈഗർ ടോമി എന്നുള്ള പേരെല്ലാം മാറ്റി മമ്മദേ മമ്മദേ എന്ന് മാത്രം വിളിച്ചാ മതി. അല്ല, നമ്മളിവിടെ പറഞ്ഞത് മുഹമ്മദിന് മാരണം ബാധിച്ചിരുന്നു, തിരുമേനിക്ക് മാരണം ബാധിച്ചു എന്ന് പറയുന്ന മുഹമ്മിനീങ്ങളുടെ മുഴുവൻ അമ്മയായിട്ടുള്ള ആയിഷ ബീബിയാണ് പറയുന്നത്. അല്ല, ഒരു മിനിറ്റ്, അങ്ങനെ ഈ ഗബ്രിയിൽ വന്ന് ഈ പറയുമ്പം ഓരോ കാര്യങ്ങൾ പറയാം. ഒരിക്കലും ഇദ്ദേഹത്തിന് അത് അക്കാര്യം അറിയില്ലല്ലോ. പുള്ളി എഴുതിയതല്ല. 200-300 വർഷങ്ങൾക്ക് ശേഷം ഈ ഉസ്മാനെ ഈ പറഞ്ഞ എല്ലാ ഖലീഫന്മാരും കഴിഞ്ഞിട്ട്, അല്ലെ ഉസ്മാൻ ഇത് മൊത്തം കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് മൊത്തം അബ്സർഡിറ്റിയാണ്. അപ്പൊ എത്രമാത്രം ഖുർആനുകളുണ്ട്. ഇതല്ല, ഈ സാധനങ്ങൾ ഒന്നും ഒരു മനുഷ്യനും പ്രയോജനമില്ലാത്തതാണെന്ന് വിചാരിച്ചിട്ടാണ് അതിൽ ബുദ്ധിയുള്ള ഉസ്മാൻ അത് മൊത്തം കത്തിച്ചത്. പക്ഷേ അദ്ദേഹം കത്തിച്ചതിന് ശേഷം പിന്നെ വന്ന ആൾക്കാര് ഓരോ കാര്യങ്ങൾ, ഇവരുടെ ബേസിക് ഐഡിയ എന്ന് വെച്ചാല് പിന്നെ ലാൻഡ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. അത് ദേ ആർ ഡൺ ഇറ്റ്. അപ്പൊ ഇവന്മാർ എഴുതി വെച്ച കാര്യങ്ങളാണ് ഇത്. ഒരിക്കലും ഖുർആൻ യഥാർത്ഥത്തില് എന്തെങ്കിലും ഒരു മെൻഷൻ വരുന്നത് 9th സെഞ്ചുറിയിലാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവന്റെ പേരിൽ എന്തെങ്കിലും ഒരു കോയിനോ എന്തെങ്കിലും ഉണ്ടോ? ഈസ് ബ്ലഡി ഫക്കിംഗ് ഇതാണ്, വെറും കുറേശി ഇതാണ്. ബ്രദറെ, മുഷിക്കുകൾക്ക് ഇടയ്ക്ക് എന്നിട്ട് അവരിൽ ഞാൻ നിന്ന് മ്യൂട്ട് തെരുവ് സാറ് കാണിച്ചു ചെയ്തിരിക്കുകയാണ് പ്ലീസ് തരുന്നത്. ബ്രദറെ. അങ്ങനെയുള്ള വാക്കും നമ്മൾ ഉപയോഗിക്കണ്ട പ്ലീസ്. അവര് തെറി പറഞ്ഞോട്ടെ. നമ്മൾ സിഹർ മറ്റേത് മറിച്ചതെന്നും വട്ടെന്നൊക്കെ പറഞ്ഞത് ഇത് കൃത്യമായിട്ട് കിതാബിലുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഭാഷയിൽ അങ്ങോട്ട് പോകല്ലേ പ്ലീസ്. സത്യവ്രതെ അത് ഇവര് പറഞ്ഞതാണ്. സത്യവ്രതെ മുഹമ്മദിന് എന്തോ ഞാൻ ആ ഉച്ചയ്ക്ക് പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, മറ്റേ ഈ ഒരു സാധനത്തിൽ കയറി ചുറ്റണ സാധനം ഉണ്ട്. ചാത്ത, അതും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ പച്ചത്തെറി വെച്ചിട്ട് കുറച്ചുകൂടെ തെറി വെച്ചിട്ട് ഓടിയെന്നെ. വേണ്ട 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 പ്രതിപക്ഷവാദം തെറി വേണ്ട. അങ്ങനെ ഇല്ല. പക്ഷേ അങ്ങനെ വേണ്ട. മുഹമ്മദിന് സിഹർ ബാധിച്ചു, ആ വാക്ക് തന്നെയാണ് അറബിയിൽ എഴുതിയിരിക്കുന്നത്. മാരണം ബാധിച്ചു, ഭ്രാന്ത്. എന്നിട്ട് ആയിഷ പറയാണ് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് മുഹമ്മദ് പറയുമായിരുന്നു എന്ന്, വട്ടുപിടിച്ചിട്ട്. അതുകൊണ്ടല്ലേ ഇറാ ഗുഹയിൽ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് പറയുന്നത് എന്റെ മേളിലൊരു പുതപ്പെടുത്തിടാൻ വേണ്ടി പറയുന്നത്. കാരണം അവന് അല്ലാതെ മൂടിയിരുന്നാലേ കാര്യങ്ങൾ ഇവിടെ ഈ വെളി വരൂ. സഫിയുടെ കാര്യത്തിൽ ബ്രദറെ, സഫിയുടെ കാര്യത്തിൽ ഇയാൾ പുറത്തിറങ്ങി വന്നിട്ട് അവിടെ ഈ വാള് പിടിച്ച് നിൽക്കുന്ന ആളെ കണ്ടിട്ട് നീ എന്തിനാടാ വാള് പിടിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇയാളോട്, അയ്യൂബ് അൻസാരിയോട്. അപ്പൊ അദ്ദേഹം പറയുന്നു, അങ്ങയുടെ ഈ പറഞ്ഞ സഫിയയുടെ ഭർത്താവിനെയും അപ്പനെയും വീട്ടുകാരെയും കൊന്നു കളഞ്ഞിട്ട് അങ്ങ് കൊണ്ടുവന്ന ഈ സ്ത്രീ അങ്ങേ വല്ലതും ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്ന് ഞാൻ ഭയന്നിട്ടാണ് നിന്നെന്ന് പറയുന്നത്. അതിന് ഇയാൾ വന്നിട്ട് എന്താ പറഞ്ഞത്? മുഹമ്മദ് ആ നാട്ടിലെ ഭരണാധികാരിയായിരുന്നു, അതാ പറഞ്ഞ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയായിരുന്നു. ഇങ്ങനെ ഇതാണ് ഇവരുടെ രീതി. ഭരണാധികാരിക്ക് വാൾ പിടിച്ചിരുന്നു, ഓക്കെ. അപ്പോഴാണ് ചോദിച്ചത്, ഭരണാധികാരിക്ക് വേണ്ടി വാൾ പിടിച്ചു നിൽക്കുക എന്നുള്ളൊരു സാമാന്യ സമ്പ്രദായം ഉണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് എന്തിനാണ് ഈ ചോദ്യം ഇയാളോട് ചോദിച്ചത്? അല്ലയോ അയ്യൂബെ, നീ എന്തിനാണ് ഇവിടെ വാളും പിടിച്ചു നിൽക്കുന്നതെന്ന് ചോദിക്കുവോ? അപ്പോഴാണ് ചോദിച്ചത്. അങ്ങനെ ചോദിക്കണമെങ്കിൽ ഒന്നുമില്ല മുഹമ്മദിന് സിഹർ ബാധിച്ചിട്ടുണ്ടായിരിക്കണം. അതിവിടെ അതല്ലെങ്കിൽ ആ സാങ്കത്യമില്ല ചോദ്യത്തിന് അവിടെ. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവർണർ പോകുമ്പോൾ ഗവർണറുടെ പുറകിൽ നമ്മൾ കണ്ടിട്ട് ഒരു ഗൺമാൻ ഉണ്ട്, ഒരു തോക്കും പിടിച്ച്. അതൊരു ആചാരമാണ്. അപ്പൊ തിരിഞ്ഞ് ഗവർണർ ചോദിക്കുക, എന്തിനാണ് നീ ഇവിടെ തോക്കും പിടിച്ചെന്ന് ചോദിച്ചാൽ, അപ്പൊ ആ രീതിയിലാണ് ഇവിടെ വന്ന് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇയാള് നാസർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സൗമ്യമായിട്ട് ഇസ്ലാം പഠിക്കാൻ വന്നയാളാണ്, തെറി പറഞ്ഞു. സോറി, അവരെ കൺട്രോൾ വിട്ടു. കാരണം മുഹമ്മദിന് മാരണം ബാധിച്ചു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. മാരണം, ഭ്രാന്ത്, സിഹർ വട്ടുപിടിച്ചിരുന്നു ഇയാൾക്ക്. അതുകൊണ്ടല്ലേ ആയിഷ പറഞ്ഞത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു. ഇത് കൂടാതെ സിസ്റ്റർ ഹദീസ് എടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ വേറൊരു കാര്യത്തിലോട്ട് ഞാൻ ഒരു കാര്യം ഒന്ന് മെൻഷൻ ചെയ്യാൻ പോകുന്നത്. സിസ്റ്റർ കേൾക്കുന്നോ?